ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിയറ്റ്നാം ട്രാവൽ സീരീസ്. വിയറ്റ്ജെറ്റിലാണ് ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഹനോയിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. ഫൈനലി ഞങ്ങൾ ഹനോയ് എയർപോർട്ടെത്തി. അവിടെ പില്ലർ നമ്പർ 9 അടുത്ത് ഡ്രൈവർ ഞങ്ങൾക്കായി വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്ലൂക്ക് ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ക്യാബ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡ്രൈവർ കൃത്യസമയത്ത് ഞങ്ങളെ പിക്ക് ചെയ്തു. ഇവിടെയുള്ള ആളുകൾ മോസ്റ്റ്ലി ടൂറിസ്റ്റുകളുമായി ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അല്ലെങ്കിൽ ആപ്പിൾ ട്രാൻസ്ലേറ്റ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഒരു 40 മിനിറ്റ്സ് ട്രാവൽ മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഓൾഡ് ക്വാർട്ടേഴ്സിലുള്ള ഹനോയ് ലാസ്റ്റോറിയ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും ക്ലൂക്ക് ആപ്പ് വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലുമാണത്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള റൂം. ഞങ്ങൾ പുറത്തേക്ക് ഫുഡും കഴിക്കാനും സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുമായി ഇറങ്ങി. ഞങ്ങൾ അവിടുത്തെ ഒരു മെയിൻ ഡിഷായ ബാൻമി എന്ന് പറഞ്ഞ് കൈൻഡ് ഓഫ് സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം ഞങ്ങൾ ട്രൈ ചെയ്തു. അത് മസ്റ്റ് ട്രൈ ആണ്. നോൺ വെജ് ലവേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അതെന്തായാലും. പിന്നെ ഞങ്ങളിങ്ങനെ സിറ്റി കൂടെ വെറുതെ സ്ട്രോൾ ചെയ്ത് നടക്കുമായിരുന്നു. പിന്നെ ട്രെയിൻ സ്ട്രീറ്റ് ആയിരുന്നു ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങോട്ടേക്ക് നടക്കുമായിരുന്നു. ഹനോയിൽ പല ട്രെയിൻ സ്ട്രീറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഹോയാൻ ക്യാമിലുള്ള ട്രെയിൻ സ്ട്രീറ്റിലേക്കാണ് പോയത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു കഫേയിൽ കോക്കനട്ട് കോഫിയും എഗ് കോഫിയാണ് ട്രൈ ചെയ്തത്. കോക്കനട്ട് കോഫി ഓക്കെ ആയിരുന്നു. എഗ് കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായിരുന്നു. എല്ലാവരും ട്രെയിൻ വരുന്നതും കാത്ത് വളരെ ക്യൂരിയസ് ആയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. എന്തായാലും വിയറ്റ്നാം വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കേണ്ട പ്ലേസാണിത്. ട്രെയിൻ വരുന്ന സൗണ്ട് കേട്ട് റെസ്റ്റോറൻറ്റ് ഓണർ എല്ലാവരെയും ഇങ്ങോട്ട് മാറിയിരിക്കാൻ പറയുന്നു. ട്രെയിൻ കണ്ട സന്തോഷത്തിൽ എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോൾ അടുത്ത ട്രെയിനിൻ്റെ വിസിൽ വന്നു. പക്ഷേ അത് വെറും എൻജിൻ മാത്രമായിരുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി.